ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ 2 വീട് കഴിഞ്ഞാൽ തന്നെയാണ് നമ്മൾ പാർക്ക് വരുന്നത്. അപ്പോൾ ടാനി ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയതിന് ശേഷം നമ്മൾ എന്തായാലും അവൻ്റെ സ്കൂട്ടർ എടുത്തിട്ടൊന്ന് പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ബൈക്കിലൊന്ന് പോകാനുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ ബഫലോ സിറ്റി വരുന്നത്. അപ്പോൾ അവിടേക്ക് നമുക്ക് നമ്മളെ വീട്ടിൽ നിന്നൊന്ന് ബൈക്കിൽ ഒന്ന് റൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പും കൂടി ഞാനിതിൽ ആഡ് ചെയ്യാണ്ട് കേട്ടോ. ഇതൊക്കെ ശരിയാക്കിയിട്ടില്ലല്ലോ. ഓക്കെ, ലെറ്റ്സ് ഗോ. സ്ലോലി. ഈ കാണുന്ന കേട്ടോ ഞങ്ങളെ പാർക്ക് വരുന്നത്. ഈ സമ്മറിൽ അവരിത് പുതുക്കിയിട്ട് ബാസ്കറ്റ് കോർട്ട് ആക്കിയിട്ടുണ്ട്. ഇതിന് മുന്നേ വേറെ എന്തോ ആയിരുന്നു. ടാനി വന്നു കഴിഞ്ഞാൽ അതാ ഈ സ്കൂട്ടറായിട്ട് ഫുള്ള് റൗണ്ട് ചുറ്റും കേട്ടോ. ഇങ്ങനെ പൊക്കിക്ക ടാനി. പാർക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് പാർക്ക് പോലെ. ഇവിടെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ഇന്ന് കുറച്ച് തിരക്കുണ്ട്. ഇന്ന് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അവരെല്ലാവരും അവിടെ കളിക്കുന്നുണ്ട്. എന്താ ടാനി നോക്കണ്ടേ? മെല്ലെ നടന്നാൽ മതിയേ. ഇനി വീഴരുത് കേട്ടോ. വീണു. ഇനി മെല്ലെ പോണേ. ഓക്കെ, ഫാസ്റ്റ്. ഇവിടെ പോണോ? ഇവിടെ സ്റ്റോപ്പ് ചെയ്യണോ? ഓക്കെ ഓക്കെ, സ്റ്റോപ്പ്. ടാനി എവിടെ പോണ്? അതിൽ പോണോ? വാ. സ്വിങ്ങോ? സ്വിങ്ങിൽ പോണോ? ഓക്കെ, കം. ഇതാണ് കേട്ടോ ഞങ്ങളെ സമ്മർ ബൈക്ക്. ഇത് ടാനിന് ഇരുത്താനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇത് സെമിയുടെ ബൈക്കാണ്. ഈ ബ്ലൂ ആണ് എൻ്റെ ബൈക്ക്. അപ്പം ഞങ്ങൾ ഈ സമ്മറിലാണ് ഇത് ആദ്യമായിട്ട് വാങ്ങിച്ചത്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് കേട്ടോ. സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ബൈക്ക് എടുത്ത് പോകാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഞാൻ നാട്ടിലുള്ള സമയത്ത് എനിക്ക് എത്ര എന്നെ ഉമ്മ പറയായിരുന്നു, എന്നെ ചെറുപ്പത്തിൽ എത്ര പഠിപ്പിച്ചാലും ഞാൻ പഠിക്കാത്തൊരു സംഭവമാണ് ബൈക്ക് എന്നുള്ളത്. ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തപ്പോൾ അമ്മ തന്നെ എന്നോട് ചോദിച്ചു കേട്ടോ, നിനക്കിപ്പോഴും ബൈക്ക് ഓടിക്കാനൊക്കെ അറിയുമോയെന്ന്. പക്ഷേ ഇത് നമുക്ക് ഇലക്ട്രിക് ബൈക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു സപ്പോർട്ട് കിട്ടും. അങ്ങനെയാണ് ഞാൻ ആദ്യം ഇത് ഉപയോഗിച്ച് തുടങ്ങിയത്. പിന്നെ അത് തന്നെ ഇലക്ട്രിക് ഓണാക്കാതെ തന്നെ ഓടിക്കാറുണ്ട് കേട്ടോ. വാ. ആണോ? നമുക്ക് ബേഡ് ടാനി, ബേഡ് ലുക്ക് അവിടെ. ഓ അടൊക്കെ ബേഡ്. ഫുള്ള് ബേഡാ. ആ കാണുന്നതാണ് കേട്ടോ ബഫലോ സിറ്റി. നമ്മൾ ഫോർട്ടറിയിൽ നിന്ന് US പോകാനുള്ള ബ്രിഡ്ജാണ് ആ കാണുന്നത്. നമുക്കവിടുന്ന് 5 minutes ഉള്ളൂ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ. നമ്മൾ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് കേട്ടോ ഈ ബഫലോ സിറ്റിയിലോട്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. ഞങ്ങൾ ഇടയ്ക്ക് ബൈക്ക് എടുത്ത് ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ. വേടതാ ഇക്കിൻ്റെ പേരാണ് കേട്ടോ, ലേക്ക് എറിന്ന്. ഇവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും. ഞങ്ങൾ ബൈക്കിൽ വരുമ്പോഴൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ. ഇന്ന് അധികം ആരും കാണാനില്ല. എല്ലാവരും കോഫി കുടിക്കാനും ഫിഷിങ്ങിനും ഒക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട് കേട്ടോ.
ഇന്ന് ചെറിയൊരു തണുപ്പുണ്ട്. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു തണുപ്പുണ്ട് ഇവിടെ. ചെയ്താൽ മതി. മെല്ലെ മെല്ലെ മെല്ലെ. ഈ ചിക്കൻ ഞാൻ ഒട്ടും ഓയിലില്ലാതെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇവിടുത്തെ ചിക്കന് ഭയങ്കര ഫാറ്റാണ്. അപ്പോൾ എക്സ്ട്രാ ഓയിലിൻ്റെ ആവശ്യമില്ല. ഞാൻ ഹെൽത്തി ആയിട്ടൊരു റാപ്പാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ചിക്കൻ എന്തായാലും ഓയിലില്ല. പിന്നെ ചപ്പാത്തിയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചിക്കൻ ഉണ്ടാക്കാറ്. ഇതൊക്കെയാണ് ഞാൻ റാപ്പിന് എടുക്കുന്ന വെജീസ്. ലെറ്റസ് എടുക്കുന്നുണ്ട്, ക്യൂക്കുംബർ, ടൊമാറ്റോ, ഓണിയൻ. ഇത് ഞാൻ യോഗട്ടാണ് കേട്ടോ ഇതിൽ ഡിപ്പ് യൂസ് ചെയ്യുന്നത്. മയോണൈസ് ഞാൻ ചേർക്കുന്നില്ല, അത് അത്ര ഹെൽത്തി അല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടിയും യോഗട്ടിൽ ഡിപ്പ് ചെയ്ത് ജസ്റ്റ് ഒരു മിക്സ് ചെയ്തിട്ട് ചിക്കനും വേറെ വെച്ചിട്ട് 2 ചപ്പാത്തിൻ്റെ ഉള്ളിൽ റാപ്പ് ചെയ്യാനാണ് കേട്ടോ വിചാരിക്കുന്നത്. ലെമണിൻ്റെ കുക്കുംബറാണോ? മാറിയെന്നാ കത്തിയാണ്. ടാനിക്ക് പാസ്ത മതിയോ? ഇതാണോ വേണ്ടത്? ഓക്കെ. യമ്മി. ഞാൻ ടാനിക്ക് ഇപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് പാസ്ത കുക്ക് ചെയ്യാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അത് നമുക്കിവിടെ റെഡിമെയ്ഡ് പാക്കറ്റ് കിട്ടും. KDൻ്റെ ഒരു പാസ്ത ഉണ്ട്, ചീസ് പാസ്തയാണ് വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അത് ആവുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ചീസിൻ്റെ പൗഡർ ഉണ്ട്, അതും കൂടി മിക്സ് ചെയ്താൽ മതി. എന്താ ടാനി? ബൂബോ നോ. ഇഷ്ടമായോ കുക്കുംബർ? ഓക്കെ. ഈ പാസ്തയിലെ വെള്ളം ഞാനൊന്ന് വറ്റിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും. എന്നിട്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ടതിന് ശേഷം അതൊന്ന് മെൽറ്റായിട്ട് പിന്നെ ഞാൻ നമ്മളെ ചീസിൻ്റെ പൗഡർ ഉണ്ട് അതൊന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ചെയ്യാറ്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ടാനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് വരുന്നത്. ഞാൻ മുന്നേ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ട്രൈ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് കഴിച്ചപ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ് തോന്നും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ടാനിക്ക് ഇങ്ങനെയാണ് കൊടുക്കാറ് ആണ് കേട്ടോ. KDൻ്റെ ചീസ് പാസ്ത വരുന്നത്. ഇതിൽ ഒരു പാക്കറ്റ് ചീസ് പൗഡർ ഉണ്ടാവും. പിന്നെ ഇതാണ് പാസ്ത വരുന്നത് കേട്ടോ. ഭയങ്കര സ്മോളാണ്. ഇത് ബോയിൽ ചെയ്യുമ്പോൾ ഒന്ന് വലുതായി വരും. ഇനി നമുക്കിതിലോട്ട് ചീസിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് ചെഡാർ ചീസാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ എക്സ്ട്രാ സോൾട്ടൊന്നും അതിന് ഇടാറില്ല. ഈ പൊടിയുടെ സോൾട്ട് തന്നെ അതിലുണ്ടാവും. കുക്കുംബർ മതിയാ? അയ്യോ ചപ്പാത്തി കഴിക്കരുത് കേട്ടാ. കുക്കുംബർ കഴിച്ചോ? യമ്മി. ഇതെന്താ ടാനി? ഇതോ? ഇത് ഓണിയൻ. ഇതെന്താ? ലെറ്റസ്. ഇതെന്താ? ഇത് ലെമൺ. ഓക്കെ. ഇത് ഓക്കെ. ഞാൻ ഗ്രീക്ക് യോഗട്ടാണ് കേട്ടോ എടുക്കുന്നത്. ലോ ഫാറ്റ് ഗ്രീക്ക് യോഗട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 2-3 ടേബിൾ സ്പൂണ് യോഗട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് വെജീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജീസ് എടുക്കാം. ഞാനിതാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഇതും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ചപ്പാത്തിക്ക് വലിയ ഷേപ്പൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതിലെ ഈ യോഗട്ടും വെജിറ്റബിളും ആഡ് ചെയ്ത മിക്സ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ നമ്മളെ ചിക്കനും കൂടി ഇതിൽ വെക്കാം കേട്ടോ. നമുക്കിത് റാപ്പ് ചെയ്തിട്ട് ഞാനിത് സാൻഡ്വിച്ച് മേക്കറിലാണ് കേട്ടോ വെക്കുന്നത്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനത്തെ നല്ല ഹെൽത്തി ഫുഡാണ് കേട്ടോ ഞങ്ങളിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കാറായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും പുറത്തത്തെ ജങ്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഷുഗറൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തു. നോ ഷുഗറും പിന്നെ ജങ്കൊന്നുമില്ല.
അപ്പോൾ ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ജസ്റ്റ് എൻ്റെ ഒരു റാൻഡമായിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. എനിക്കറിയില്ല എങ്ങനെയാണ് ക്യാമറയ്ക്ക് ഫേസ് ചെയ്ത് എങ്ങനെ സംസാരിക്കണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ ഞാൻ വോയിസ് ഓവർ ചെയ്യാറായിരുന്നു. അപ്പോൾ ഇന്നാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ. നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.